ശ്രീ ഹരിദാസ്, വിജയൻ ഇന്നലെ പറഞ്ഞത് ഞാൻ ദാസനാണെന്നാണ് നിയമസഭയിൽ. വിജയൻ അങ്ങനെ ദാസനായി മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഇപ്പോൾ പറയാം, അങ്ങനെ ഡയലോഗൊക്കെ അടിക്കാം, പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ പറ്റുമോ? അതിന് അദ്ദേഹം തുനിയുമെന്ന് കരുതുന്നുണ്ടോ? അതൊക്കെ കാക്ക മലന്ന് പറക്കണ കാര്യങ്ങളല്ലേ അനിൽ നമ്പ്യാർ ഈ പറയുന്നത്. അദ്ദേഹത്തിനൊന്നും ഇനി മാറാൻ പറ്റില്ല. കാരണം ഒന്നാമത് എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രായം, അദ്ദേഹത്തിൻ്റെ പ്രായത്തെ സ്വയം വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് എനിക്ക് ശേഷം ഇപ്പം എന്തുണ്ടാവാനാ, അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ശൈലിയിൽ മാറ്റിയിട്ട് ഇപ്പോൾ എന്തുണ്ടാവാനാ. നിങ്ങളിവിടെ നേരത്തെ ഈ പിണറായി വിജയൻ എന്താണ് ഈ പാർട്ടിക്ക് എന്നുള്ളതിനെ കുറിച്ചിട്ട്, അപ്പോൾ എന്നെ കമ്മ്യൂണിസം പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ ഒരു ആചാര്യനുണ്ട്. അദ്ദേഹം കൽക്കത്തയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ. അപ്പോൾ AK ഗോപാലനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പാർട്ടി ഓഫീസിലല്ല താമസിക്കുക അദ്ദേഹത്തിൻ്റെ അടുത്ത്. അപ്പോൾ അദ്ദേഹം എന്നോട് ഇത് പറഞ്ഞത് ആലോചിച്ച് നോക്കണം, 10-25 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഈ പാർട്ടിയുടെ ഈ സാമ്പത്തിക സ്രോതസ്സ് എല്ലാ കാലത്തും പിണറായി വിജയനാണ്. 25 കൊല്ലം മുമ്പ് പോലും ഈ പാർട്ടിയുടെ സാമ്പത്തിക സ്രോതസ്സ് പിണറായി വിജയനാണെന്നൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എനിക്ക് പറഞ്ഞു തരണമെങ്കിൽ കാലം മുൻപോട്ട് പോകെ ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥയിൽ ഈ നമ്മുടെ പാവയ്ക്ക വലിപ്പമുള്ള കേരളത്തിലെ വരുമാനം കൊണ്ടാണ് വൃന്ദാ കാരാട്ടും പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരി ലോകം മുഴുവൻ കമ്മ്യൂണിസത്തെ പറ്റിയിട്ട്, കേരളത്തിലെ കമ്മ്യൂണിസത്തെ പറ്റിയിട്ട് പറഞ്ഞു നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ പാർട്ടിയിലുള്ള ആ വ്യക്തിപ്രാഭവത്തിൻ്റെ മഹത്വം നമ്മൾ നിസ്സാരവൽക്കരിച്ചിട്ട് കണ്ടിട്ട് യാതൊരു കാര്യമില്ല. അത് വളരെ വലുത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞത്. തല നേരെ നിന്നാൽ പിന്നെ വാല ആടില്ല. അദ്ദേഹം തീരുമാനിക്കുകയാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എങ്ങനെ നടത്തണം, യുവജന പ്രസ്ഥാനങ്ങൾ എങ്ങനെ നടത്തണം, അതുമാതിരി തന്നെ പാർട്ടിയുടെ ഈ നയം. പക്ഷേ പാർട്ടിയുടെ നയമല്ല ഈ ഇലക്ഷനിൽ ഈ തോൽവിക്ക് കാരണം. അദ്ദേഹം വരുത്തി വെച്ചിട്ടുള്ള ധാർഷ്ട്യത്തിൻ്റെ, ഈ ധാർഷ്ട്യം എന്ന വാക്ക് നമ്മുടെ മലയാളത്തിൽ ഒരുപാടുണ്ട്. അത് വീടുകളിലെ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ സംസാരിക്കുമ്പോൾ അമ്മായിയമ്മമാർ അടുക്കളയിൽ ഉപയോഗിക്കാറുള്ളതാണ് നിൻ്റെ ധാർഷ്ട്യമാണ് എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ ഒരു ഏകദേശം 4-5 കൊല്ലമായിട്ട് നമ്മൾ ഈ ധാർഷ്ട്യം എന്നുള്ള വാക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഈ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം. കടക്ക് പുറത്ത് എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ആ ദിവസം തൊട്ടിട്ട് ഈ ധാർഷ്ട്യം എന്ന വാക്ക് ഈ ഒരു വ്യക്തിയിൽ ചാർത്തി കൊടുത്തിട്ടുള്ള വാക്കായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യവും അദ്ദേഹത്തിൻ്റെ ധൂർത്തും അദ്ദേഹത്തിൻ്റെ കെടുകാര്യസ്ഥതയും ഈ ഭരണം കൊണ്ട് കഴിഞ്ഞ 8-8.25 വർഷത്തെ ഭരണം കൊണ്ട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായതെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ തിരിച്ചു പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇതിനു മുമ്പ് ഇവിടെ ഗവർണർ ഭരണം ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എനിക്ക് കൃത്യമായിട്ട് വർഷം ഓർമ്മയില്ല. ഒരു ഗവർണർ ഭരണകാലത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ കാലത്ത് നടന്നിട്ടുള്ളൂ. ഒരു സർക്കാർ ഇല്ലെങ്കിൽ തന്നെ നടത്താവുന്ന കാര്യങ്ങൾ നടത്തിയിട്ട് അതിനെ വളരെയധികം പെരുപ്പിച്ച് കാട്ടുന്നൊരു പ്രവണതയാണ് ഇപ്പോൾ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണത്തിൽ കാലത്തുണ്ടായിരിക്കുന്നത്. ഞാൻ ഉമ്മൻചാണ്ടിയുടെ ഭരണം കറകളഞ്ഞ ഭരണമാണെന്നോ അതൊരു സത്യസന്ധമായ ഭരണമാണെന്നോ അത് ജനോപകാരപ്രദമായ ഭരണമോ ഒന്നുമായിട്ട് ചിത്രീകരിക്കുകയല്ല. ഉമ്മൻചാണ്ടിയുടെ ഭരണവുമായിട്ട് വേണം നമ്മളിതിനെ താരതമ്യപ്പെടുത്താൻ. കാരണം ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിന് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഭരണമായിരുന്നു. ആ ഭരണവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അധികാരമേറ്റതിൻ്റെ പിറ്റേ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ ഇദ്ദേഹത്തിൻ്റെ വാഗ്ധോരണി, ഓരോ ഫയലിലും ഉറങ്ങുന്നത് ഓരോ ജീവിതമാണ്, എൻ്റെ പേരും പറഞ്ഞ് പല അവതാരങ്ങളും പ്രത്യക്ഷപ്പെടുമെന്നൊക്കെയുള്ള ഡയലോഗ്, അതൊക്കെ അറം പറ്റിയ മാതിരി അദ്ദേഹത്തെ തന്നെ തിരിച്ചു കുത്തി. ഒരു അവതാരങ്ങളും വന്നില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധങ്ങളുമായിട്ടുള്ള ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ വന്നതിനെ ഒരക്ഷരം പോലും പറയാൻ പോലും അദ്ദേഹത്തിൻ്റെ നാവ് പൊന്താത്ത വിധത്തിലുള്ള ആരോപണങ്ങൾ വന്ന ഒരു അവസരത്തെ പോലും നേരിടാൻ അദ്ദേഹത്തിനായിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇലക്ഷനിലെ പരാജയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിണറായി വിജയൻ ഭരണത്തിൻ്റെ ദൂഷിത ബലത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വോട്ടാക്കി മാറ്റിയിരിക്കുകയാണ്. ഞാൻ അനിൽ നമ്പ്യാർ ഒരു കാര്യം പറയുകയാണ്. ഇപ്പോൾ ഈ ഭരണം തിരുത്തണം എന്ന് പറയുന്നത് ഇന്ന് ഉണ്ടായിട്ടുള്ളൊരു സംഭവം, ഈ CITUക്കാർ എടപ്പാളിൽ അതായത് ആ കടയിലേക്ക് വരുന്ന സാധനങ്ങൾ ഇറക്കുക അവിടുത്തെ തൊഴിലാളികളാണ്. ഇന്ന് അവർക്ക് കാലിളകിയ ദിവസമാണ്. ഒരു തൊഴിലാളിയെ ഇറക്കുന്ന ഒരു തൊഴിലാളിയെ ഓടിച്ചിട്ടിട്ട് അവൻ്റെ കാലൊടിഞ്ഞ വാർത്ത നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കണ്ടില്ലേ? തിരുത്താനുള്ളൊരു പാർട്ടിയുടെ തൊഴിലാളി സംഘടന ചെയ്യുന്ന പ്രവൃത്തിയാണോ ഈ സംഭവം? അപ്പോൾ എവിടുന്ന തിരുത്തുക? ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ അനിൽ നമ്പ്യാരോട് പറഞ്ഞത് ഓർക്കുന്നില്ലേ? എവിടുന്ന തിരുത്തുക? വിദ്യാർത്ഥി സംഘടനകളെ തിരുത്തണം, തൊഴിലാളി സംഘടനകളെ തിരുത്തണം, യുവജന സംഘടനകളെ തിരുത്തണം, പാർട്ടിയിൽ അടിമുടി തിരുത്തു വേണം. അപ്പോൾ തിരുത്തപ്പെടാൻ വേണ്ട ഒരു സമയമുണ്ടായിരുന്നു. ആ സമയം അതിക്രമിച്ചു. ആ സമയം
നമ്മൾ പറയില്ലേ പ്രായോഗികമായിട്ട് ഇല്ലാതായി പോയൊരു സാഹചര്യത്തിൽ എനിക്ക് യാതൊരുവിധ പ്രതീക്ഷയും ഒരു കാര്യത്തിൽ തിരുത്തപ്പെട്ടുകൊണ്ട് ഇവർ ഈ നിയമസഭാ ഇലക്ഷനെ സമീപിക്കുമെന്നുള്ളതിന് ഒരു പ്രതീക്ഷയും എനിക്കില്ല. ഇവിടെ ഒരു കാര്യം അനിൽ നമ്പ്യാരോട് എനിക്ക് പറയാനുണ്ട്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം. ദുർബലമായൊരു പ്രതിപക്ഷം, അങ്ങേയറ്റം ദുർബലമായൊരു പ്രതിപക്ഷം, ആരുമല്ലാതിരുന്ന BJP, ഈ രണ്ട് അവസ്ഥയിലുള്ള രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ നേരിടാൻ പോലും ഈ പാർട്ടി സജ്ജമല്ലാത്ത വിധത്തിൽ അധപ്പതിച്ചു പോയി എന്നുള്ളൊരു ഇലക്ഷൻ റിസൾട്ട് വന്നതിൻ്റെ കഴിഞ്ഞ 45 ദിവസം ഈ പാർട്ടിയിൽ നിന്നും പുറത്തു വരുന്നത് തിരുത്തപ്പെടാനുള്ള നടപടികളും തിരുത്തപ്പെടാനുള്ള മുൻപോട്ട് വയ്ക്കാവുന്ന ആശയങ്ങളുമാണെന്ന് എന്നേക്കാൾ എന്താ പറയേണ്ടത്, അങ്ങേയറ്റം കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയുന്ന അങ്ങേക്ക് തോന്നുന്നുണ്ടോ അനിൽ നമ്പ്യാർ? പിന്നെയല്ലേ എനിക്ക് തോന്നുക, എനിക്ക് എന്നല്ല ഒരാൾക്കും തോന്നാത്ത അവസ്ഥയിലേക്ക് ഈ പാർട്ടി എത്തപ്പെട്ടു. അതിൽ പക്ഷേ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം തിരുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ അടുത്ത തലമുറയുടെ തലയ്ക്കടിക്കുന്ന ഒരു പ്രവണതയായിട്ട് മാറും. കാരണം കലാലയത്തിലൂടെയാണ് അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നത് എന്നുള്ള ബോധം പാർട്ടിക്ക് വേണം. പാർട്ടിയുടെ നേതാക്കന്മാരുടെയും നമ്മൾ ഒന്നാം നിര രണ്ടാം നിര നേതാക്കന്മാരുടെ വാക്കും പ്രവൃത്തിയും പ്രചോദനമാകണം, സന്ദേശങ്ങളാവണം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ഇപ്പം തന്നെ ഇന്നലെ ആരോ വിലപിക്കുന്നത് കേട്ടു കാര്യമായിട്ട്. CPM-ൻ്റെ ഒരു നേതാവ് തന്നെയാണ്. അതായത് അരാഷ്ട്രീയവാദത്തിലേക്ക് യുവാക്കൾ പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ജനൻ TV ആ ഇൻഫോ പാർക്കിലൊന്ന് പോകണം. എൻ്റെ മകൻ അവിടെയാണ് ജോലി ചെയ്യുന്നത്, എൻ്റെ മരുമകൾ അവിടെയാണ് ജോലി ചെയ്യുന്നത്, എനിക്ക് വേണ്ടപ്പെട്ട 10 പേര് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായയിൽ കൈയിട്ട് ഛർദ്ദിക്കുന്ന അവസ്ഥയായിട്ടുണ്ടെന്നാണ് പറയണത്. എത്ര യുവാക്കളാണ് ആ ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്നത്, എത്ര യുവതികളാണ് അവിടെ ജോലി ചെയ്യുന്നത്. രാഷ്ട്രീയം, അവർക്കൊക്കെ രാഷ്ട്രീയം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരം അലർജിയായി മാറിയിരിക്കുന്ന അവസ്ഥയായിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു യുവജനത ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ വർഷത്തെ 8 വർഷത്തെ ഭരണ നേട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവർ കാണുന്നത് എങ്കിൽ അത് വലിയ അപച്യുതിയാണ്. കാരണം രാഷ്ട്രീയക്കാർ വേണം നമുക്ക്. ഇന്ത്യയുടെ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ നല്ല രാഷ്ട്രീയക്കാരുടെ ആവശ്യത്തെക്കുറിച്ച് അങ്ങേയറ്റം ബോധമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ആ ബോധത്തോടു കൂടി പറയുകയാണ്, ഇത്തരത്തിൽ കലാലയ രാഷ്ട്രീയം കുലുഷിതമാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയും യുവജനങ്ങളെയും രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റുന്നൊരു പ്രവണത ഈ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയിലൂടെ വരും തലമുറയ്ക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ട സമയം അങ്ങേയറ്റം അതിക്രമിച്ചിരിക്കുന്നു. ചേരെ പെറ്റാൽ കാടടിക്കുക എന്നൊരു ചൊല്ലുണ്ട് അനിൽ നമ്പ്യാർ ഞങ്ങളുടെ നാട്ടിൽ. ഈ കഴിഞ്ഞ ഇലക്ഷന് ഇവർക്ക് ഇത്രയും വോട്ട് കിട്ടിയത് തന്നെ ഈ ചേരെ പെറ്റാലും കാടടിക്കണ്ടേ ഈ പാർട്ടിയോട് പുലർത്തുന്ന കൂറിൻ്റെ പേരിൽ എന്നോട് പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. വോട്ട് ചെയ്തത് അവർക്ക് തന്നെയാണ്, ഇത് മനസ്സുണ്ടായിട്ട് ചെയ്തിട്ടുള്ളതല്ല എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ഈ പാർട്ടി എത്തി. ഞാൻ വീണ്ടും ഒരു പഴഞ്ചൊല്ല് പറയുകയാണ്, കവിള് പുഴുത്താൽ തുപ്പാം, തൊണ്ട പുഴുത്താൽ ഇറക്കാനേ പറ്റുള്ളൂ. അത്തരത്തിൽ ചിന്തിക്കുന്ന പാർട്ടി പ്രവർത്തകരുമുണ്ട്. കവിളല്ലല്ലോ പുഴുത്തിരിക്കുന്നത്, തൊണ്ടയാണ് പുഴുത്തിരിക്കുന്നത്, അത് ഇറക്കുക. അങ്ങനെ കിട്ടിയ വോട്ടിൻ്റെ കാര്യത്തിൽ പോലും അഹങ്കരിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രി ഈ നിയമസഭയുടെ ആദ്യ 1-2 ദിവസത്തിനുള്ളിൽ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞതെന്താ, ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിൽ ഞങ്ങൾ അഭിമാനിക്കുകയാണ്, നിങ്ങളുടെ വോട്ട് കുറഞ്ഞതിനെ കുറിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കൂ എന്ന് പറയുമ്പോൾ ഈ കിട്ടിയ വോട്ടിൽ അഭിമാനിക്കുന്ന ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അങ്ങേയറ്റം ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് അനിൽ നമ്പ്യാർ. അപ്പോൾ നമ്മൾ ഈ ചർച്ച ഇന്ന് തിരുത്തുമോ എന്നാണ് നിങ്ങളുടെ ക്യാപ്ഷൻ എങ്കിൽ തിരുത്താനുള്ള ഒരു സാധ്യതയും ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ശുഭാപ്തി വിശ്വാസി അല്ലാത്തത് കൊണ്ടാണത് പറയുന്നതെങ്കിലും ഞാൻ പലരോടും നിങ്ങളുടെ ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചു. എല്ലാവർക്കും പറയാനുള്ളതാണ്, CPM എന്ന് പറയുന്ന പാർട്ടിയും അവരുടെ യുവജന സംഘടനകളും അവരുടെ വിദ്യാർത്ഥി സംഘടനകളും തിരുത്തിയിട്ട് മുൻപോട്ട് പോകാനുള്ള ഒരു സാധ്യതയും കേരളത്തിൽ കാണുന്നില്ല.